ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഇന്നൊരു ലേസി സൺഡേ ആണ് കേട്ടോ. എനിക്ക് സൺഡേ രാവിലെ എണീറ്റ് വന്നാൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യങ്ങളിലൊന്നാണ്. ഞാൻ ജസ്റ്റ് എണീറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് അമ്മൊന്നും എണീച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ബീൻ ബാഗ് ഉണ്ട്. സോഫയായിട്ടില്ല, പക്ഷേ നമുക്കൊരു ബീൻ ബാഗ് ഉണ്ട്. ഈ ബീൻ ബാഗിൽ ഇങ്ങനെ ചാരിയിരിക്കുക. ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ബുക്സ് ചില ദിവസം എനിക്ക് ബുക്സ് വായിക്കാൻ ഒരു മൂഡ് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ബുക്സ് വായിക്കും. എന്നിട്ടിങ്ങനെ ബീൻ ബാഗിൽ ഇരുന്ന് ബാൽക്കണി നോക്കി ചുമ്മാ കുറച്ച് നേരം ഐ ജസ്റ്റ് സ്പെൻഡ് മീ ടൈം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് എനർജി. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനോ തിങ്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്താണ്. ബിക്കോസ് ഇറ്റ് വിൽ ബി സോ കാം. വീടിങ്ങനെ ഭയങ്കര ശാന്തമായിരിക്കും. അമ്മ എണീറ്റ് വന്നാൽ കലപില തുടങ്ങും. വായ ഒരു മിനിറ്റ് അടച്ചേക്കില്ല അമ്മ. സോ അവൾ എണീറ്റ് വരുന്നവരൊക്കെ ഉള്ളൂ ഈ ഒരു സൈലൻസ് ഈ വീട്ടിൽ. അപ്പോൾ ഐ ജസ്റ്റ് എൻജോയ് ദറ്റ് സൈലൻസ് അലോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീക്കുമ്പോൾ ആ ഒരു സൈലൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിക്ക സൺഡേയിലെ എൻ്റെ റുട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ. എണീറ്റ് വന്നൊക്കെ കുറേ നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ എനർജൈസ്ഡായി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവുക. സോ അങ്ങനെയുള്ളൊരു സൺഡേ ആണിത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാൻ ഇനി ഇരുന്നപ്പോൾ ഇന്ന് വിചാരിച്ചു ഓക്കെ ഒരു ലേസി സൺഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ളൂ. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ശരി ഓക്കെ എന്നാൽ പിന്നെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരണ വഴിയുള്ള എൻ്റെ ഡ്യൂട്ടിയാണ് ആ സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ പിന്നെ പല്ല് തേക്കാനൊക്കെ എടുക്കുക. അതപ്പം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അത് കയ്യോടെ അങ്ങ് ചെയ്ത് തീർത്തേക്കും. പിന്നെ നമ്മളെ വാഷ് ബേസിൻ്റെ സൈഡിലൊരു മണി പ്ലാന്റ് കണ്ടോ. അത് കുറച്ച് നാളായിട്ടുള്ളൂ വെച്ചിട്ട്. പക്ഷേ അതങ്ങ് പെട്ടെന്ന് വളർന്നു. ഭയങ്കര സന്തോഷമാണ് എനിക്കതങ്ങനെ വളർന്ന് നിൽക്കണത് കാണാനായിട്ട്. പിന്നെ അതേ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മുഖം നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ ആൻഡ് ലാസ്റ്റ് നമ്മുടെ സെറം. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന. സെറം ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ടപ്പേ എന്നൊരൊച്ച. എൻ്റെ പൊന്നെ, അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എൻ്റെ ഫോൺ നിലത്ത് വീണു പൊട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല കേട്ടോ, അതെൻ്റെ ലിപ് ബാമാണ് നിലത്ത് വീണത്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ആദ്യം പോയി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ടു. പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് രാവിലെ തന്നെ ചെയ്തു. കാരണം മോളുടെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഫസ്റ്റ് തിങ് മോർണിംഗ് ഞാൻ എപ്പോഴും കഴിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചേക്കുന്നതാണ്. അതായത് വെളുത്തുള്ളി ഇത് കുറച്ച് ദിവസം തേനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് രാവിലെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അലർജീസ് മാറാനായിട്ട് ഭയങ്കര നല്ലതാണെന്ന് കേട്ടു. അപ്പം നമ്മളൊരു 2 കഷ്ണം വെളുത്തുള്ളിയും അതെ കുറച്ച് തേനും കൂടെ ചേർത്ത്. സോ ഇതാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. അലർജിയൊക്കെ മാറാൻ ഭയങ്കര നല്ലതാണ്. എനിക്ക് ഇത് കഴിച്ചു തുടങ്ങിയിട്ട് ഭേദമുണ്ട് കേട്ടോ. എനിക്ക് കുറവുണ്ട്. മറ്റേത് ഭയങ്കര അലർജിയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഭയങ്കര കൺട്രോൾഡായിരുന്നു. സോ ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ നേരെ ചെയ്യുക 1 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ളതാണ്. അത് ഓരോ ദിവസവും ഓരോ വെള്ളമായിരിക്കും. എനിക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ ഞാൻ മാറ്റി കുടിക്കും. എന്തായാലും 1 ഗ്ലാസ് ചൂടുവെള്ളം രാവിലെ മസ്റ്റായിട്ട് കുടിക്കും എണീറ്റ് വരുമ്പോൾ തന്നെ. സോ ഇന്ന് നമുക്ക് കറുവപ്പട്ട ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. ഇത് ഇന്നലെ ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ കറുവപ്പട്ട. ഇങ്ങനെ പൂപ്പൽ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം
വെയിലത്തോട്ട് വെച്ചൊന്ന് ശരിയാക്കി എടുത്തതാണ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലിട്ട് വയ്ക്കാം. കൂടെ എനിക്ക് വേണ്ട കറുവപ്പട്ട ഈ വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. സോ മിക്ക ദിവസവും രാവിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, ചിലപ്പോൾ ഞാൻ ജീരകം ഇട്ട് തിളപ്പിച്ച് കുടിക്കും, ചിലപ്പോൾ കറുവപ്പട്ട ആയിരിക്കും. ചില ദിവസം എനിക്ക് വെറുതെ ചെറു ചൂട് വെള്ളത്തിൽ തേൻ ഒഴിച്ച് കുടിക്കാനായിരിക്കും ഇഷ്ടം. എന്താണോ അങ്ങനത്തെ മൂഡ് അതുപോലെ ആയിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ. വെള്ളമൊക്കെ തിളക്കട്ടെ കേട്ടോ. വെള്ളം തിളയ്ക്കുന്ന ഗ്യാപ്പ് കൊണ്ട് ഇന്നിപ്പോൾ രാവിലത്തേക്ക് എന്തുണ്ടാക്കുന്ന ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഉരുളക്കിഴങ്ങും ദാറ്റ് ഇസ് പൂരി മസാല അതുണ്ടാക്കാമെന്ന് വെച്ചു. അമ്മുന് ഭയങ്കര ഫേവററ്റാണ്. അമ്മുന് ഏറ്റവും ഇഷ്ടം ഒന്ന് പൂരി മസാല, പിന്നെ അപ്പത്തിൻ്റെ കൂടെ സ്റ്റ്യൂ, അതാണ് ഏറ്റവും ഇഷ്ടം. പണ്ട് ഇടിയപ്പമായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം അതിൽ നിന്ന് ട്രാൻസിഷനായി അപ്പമായിട്ടുണ്ട്. പക്ഷെ അപ്പം ഉണ്ടെങ്കിൽ നേരത്തെ മുട്ടക്കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്ക് സ്റ്റൂ കൊടുത്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. സോ അങ്ങനെ അപ്പോൾ സ്റ്റ്യൂ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ, അത് ഇതാണ് വാഷിംഗ് മെഷീൻ ഇട്ടേക്കാണ്. അപ്പം അതിൻ്റെ ഒച്ചയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ അടുക്കളയിൽ തന്നെയാണ്, ഒരു ചെറിയ വർക്ക് ഏരിയ പോലെ. അപ്പോൾ അവിടെയാണ് വാഷിംഗ് മെഷീൻ, അതിൻ്റെ ഒച്ചയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വെള്ളം തിളക്കട്ടെ. മീൻ ടൈം നമുക്ക് പൂരിക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. ഗോതമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പൂരിയാണ് ഉണ്ടാക്കണേന്ന്. എൻ്റെ അമ്മ ചെയ്ത് കണ്ടേക്കണ ഒരു കാര്യമാണ്, പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ അമ്മ അതിനകത്ത് കുറച്ച് നല്ല ജീരകം ഇടും. ഇതെന്തിനാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അതിനൊരു പ്രത്യേക സ്വാദാണ് ആ ജീരകം ഇങ്ങനെ കടിക്കാനായിട്ട്. അത് കണ്ട് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക, കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കണം കേട്ടോ. എനിക്കങ്ങനെയാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ചോയ്സാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എനിക്കിതാണ് താല്പര്യം, അപ്പം ഞാൻ അങ്ങനെ. എൻ്റെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കും, അപ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ള ഒരു ചൂടാവും. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പയ്യെ ഓരോ സിപ്പായിട്ട് എൻ്റെ പണിയുടെ ഇടയിൽ ഞാൻ കുടിക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ വേഗം പൂരിക്ക് കുഴയ്ക്കാനെടുത്തു. മാവ് ആവശ്യത്തിനെടുത്തു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ജീരകം ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഞാൻ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. പിന്നെ പൂരിയുടെ മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു അല്പം എണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോഴേക്കും നമ്മുടെ അമ്മൂസ് എണീറ്റ് വന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. ഉറങ്ങിയോ? പല്ല് വെച്ചോ? അതെ, എന്നാ പോത്താൻ അതൊക്കെ ചെയ്തിട്ട് വാ. രാവിലെ തന്നെ പച്ചക്കുതിരയായിട്ടാ വരണേ എൻ്റെ അമ്മച്ചനെ. നമ്മുടെ അമ്മൂസ് അങ്ങനെയാണ് കേട്ടോ. കണ്ണ് തുറന്ന് വരുമ്പോഴേ അവൾക്ക് ഭയങ്കര വിശപ്പാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. പൂരിക്കൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കറിക്കുള്ള പരിപാടി നോക്കാം. കണ്ടോ, ഇപ്പോഴത്തെ എല്ലാ ഉരുളക്കിഴങ്ങും ഇങ്ങനെയാണ്. മേടിച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മുള വരും. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് മേടിക്കണതിൻ്റെ അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് മിക്കപ്പോഴും എനിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് മേടിക്കുമ്പോഴാണ് ഇങ്ങനെ പണി കിട്ടാറ് എന്ന് തോന്നുന്നു. പോട്ടെ, കുഴപ്പമില്ല. പിന്നെ വേഗം തന്നെ നമ്മുടെ കറിയുടെ പരിപാടി നോക്കിയിട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വേവാൻ വെച്ചു. മീൻവയൽ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് കറിയുടെ പരിപാടി നോക്കാൻ തുടങ്ങി. ചീൻചട്ടി വെച്ച് അത് നല്ലോണം ചൂടായപ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അത് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ ഫോണിലൊരു തുള്ളി സ്ഥലമില്ലായിരുന്നു. പിന്നെ എല്ലാം കൂടെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ബാക്കി ഞാൻ ഷൂട്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി റെഡിയായി പോയിട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പൂരി. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയാൽ അങ്ങനെ പൂരി കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എൻ്റെ പൂരി ഒട്ടും എണ്ണ കുടിക്കാറില്ല. ആൻഡ് ഇങ്ങനെ നല്ലോണം വരും. പിന്നെ സൺഡേ മാത്രമുള്ളൊരു ലീജറാണ് കേട്ടോ ഇത്, ചായ. എല്ലാ ദിവസമൊന്നും അങ്ങനെ ചായ കുടിക്കാറില്ല. പക്ഷെ സൺഡേ മാത്രം കുറച്ചൊന്ന് വിസ്തരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കും.
ചായ കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചായക്കടയിലൊക്കെ കിട്ടണ പോലെ നല്ല പതപ്പിച്ച് കിട്ടണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അപ്പോഴേക്കും അമ്മു ആണ് കേട്ടോ ഇന്നത്തെ ക്ലോത്ത് ഡ്യൂട്ടി. അവൾ അതിലുണ്ടായിരുന്ന തുണിയൊക്കെ മടക്കി വെച്ചു. പിന്നെ വാഷിംഗ് മെഷീനിലുണ്ടായിരുന്ന തുണിയൊക്കെ ഉണക്കി. അപ്പോഴേക്കും ഞാൻ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ പോയി. ആ ഗ്യാപ്പിൽ നമുക്കൊരു ഹാംസ്റ്റർ ഉണ്ട്, ഒരു പെറ്റ്. അവൻ്റെ കൂട് വൃത്തിയാക്കാനായിട്ട് അമ്മുവും പോയി കേട്ടോ. ഇവനെ അമ്മുവിൻ്റെ ഒരു ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് ഞങ്ങൾ. അന്ന് മേടിച്ചു കൊടുത്തപ്പോഴേ അവളോട് പറഞ്ഞായിരുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തമായിട്ട് നോക്കാമെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ എന്ന്. അത് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് കാരണം അവൻ്റെ കൂട് വൃത്തിയാക്കലും എല്ലാം അമ്മുവിൻ്റെ ഡ്യൂട്ടിയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹാംസ്റ്റർ. അവൻ നനഞ്ഞിരിക്കുന്നത് കണ്ടോ, വേറൊന്നുമല്ല, ഡൈനിങ് ടേബിളിലുണ്ടായിരുന്ന മണി പ്ലാന്റ് ഇട്ടിരുന്ന പോട്ടിലോട്ട് അവൻ വീണു. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് പൊക്കത്തോട്ട് വരാനായിട്ട് കിടന്ന് കാണിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി വേഗം എടുത്ത് അവനെ തുടച്ച് എല്ലാം ക്ലീനാക്കി. സോ ഞങ്ങൾ റെഡിയായിട്ടോ, വേഗം ലേറ്റായി ആക്ച്വലി. അമ്മുവിന് സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയാണ്. അപ്പോൾ പോട്ടെ, ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അമ്മുവാണ് വീഡിയോ എടുക്കണേ. അങ്ങനെ ഡാൻസ് ക്ലാസ് എത്തി. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിശപ്പ് എനിക്കും അമ്മുവിനും. ഞങ്ങൾ വരുന്ന വഴി ബൃന്ദാവനിൽ കയറി. അമ്മ ഒരു ഗാർലിക് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനുമാണ് മേടിച്ചത്. ഞാനൊരു സമൂസ ചാട്ടാ പറഞ്ഞു. ഇതെന്താ ഈ അണ്ടാവി കൊണ്ട് വെച്ചേക്കണേന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും വിളക്ക് വയ്ക്കുന്ന സമയമായി കേട്ടോ. പിന്നെ കൈയും കാലൊക്കെ കഴുകി ഞങ്ങൾ വിളക്ക് വെച്ചു, കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടികളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ വന്നു, പിറ്റേ ദിവസത്തേക്കുള്ള യൂണിഫോമും എനിക്ക് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. പിന്നെ ഡിന്നർ വേണ്ടാന്ന് വിചാരിച്ചു, കാരണം അവിടെ നിന്ന് കഴിച്ചത് അത്യാവശ്യം ഹെവി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഡിന്നറൊന്നും കഴിച്ചില്ല ഞങ്ങൾ. അത് മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അമ്മുവിന് നോട്ട്സ് എഴുതാനുണ്ടായി, അതൊക്കെ എഴുതി ഞങ്ങൾ കിടന്നു. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി സൺഡേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൈൻഡ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.